ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെതിരെ ഗീ വർഗീസ് മാർ കൂറിലോസ്. ആശാവർക്കർമാരുടെ സമരം ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണെന്നാണ് വിമർശനം. മനുഷ്യനാകണമെന്ന് പാടിയാൽ മാത്രം പോരാ, അത് നയങ്ങളിൽ പ്രകടമാക്കണമെന്നും ഗീ വർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. വാക്കുകളിലേക്ക്. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാ വർക്കേഴ്സ് പേരിൽ മാത്രമേ ആശയുള്ളൂ. യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, കഴിഞ്ഞ 9 ദിവസമായി ആശാ വർക്കർമാർ സമരത്തിലാണ്. ഇതിനിടയിൽ 2 വട്ടം 2 മന്ത്രിമാർ ചർച്ചകൾ നടത്തി. KN ബാലഗോപാലും വീണ ജോർജും. ഈ ആശാ വർക്കർമാരെ പലരും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഈ സംസ്ഥാനത്ത് തന്നെ ആശാ വർക്കർമാർക്ക് ഏറ്റവും നല്ല ശമ്പളം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. ഏറെക്കുറെ സമാനമായ നിലപാടായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും സ്വീകരിച്ചത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് സമരത്തിൽ കേസെടുത്തിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസ്. ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയിലാണ് മാർ കൂറിലോസിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. എങ്ങനെ വിലയിരുത്തണം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? സൂചിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 9 ദിവസമായി ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ സമരക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലേക്കും കേസെടുക്കുന്ന തരത്തിലേക്കും ഒക്കെ സർക്കാർ എത്തി. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികനായി തന്നെ അറിയപ്പെടുന്ന ഗീ വർഗീസ് കൂറിലോസിന്റെ വിമർശനം എന്നുള്ളതാണ് ശ്രദ്ധേയം. ആശാ വർക്കർമാരുടെ സമരം ഒരു ഇടതുപക്ഷ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണെന്നാണ് കൂറിലോസ് ചോദിക്കുന്നത്. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ കാലാൾപ്പടയാണ് ആശാ വർക്കർമാരെന്നാണ് വിശേഷണം. ഈ കോവിഡ് കാലത്തൊക്കെ പ്രതിരോധിച്ച് കേരളത്തെ കോവിഡിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ചത് ആശാ വർക്കർമാരായിരുന്നു. അവരോടാണ് ഈ രീതിയിലുള്ള സമീപനം ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നതെന്നാണ് ഗീ വർഗീസ് കൂറിലോസിന്റെ വിമർശനമായി ഉയരുന്നത്. ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്ന് സർക്കാർ മറക്കരുതെന്നാണ് കൂറിലോസ് വിമർശിക്കുന്നത്. സ്വാധീനവും ബന്ധങ്ങളും ഉള്ളവർക്ക് വലിയ ശമ്പളമാണ് സർക്കാർ നൽകുന്നതെന്ന വിമർശനമുണ്ട്. പല സ്ഥാപനങ്ങളും, സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ ബന്ധങ്ങൾ ഉപയോഗിച്ച് വലിയ ശമ്പളങ്ങളിൽ ആളുകൾ ഇപ്പോഴും ജോലിയിൽ തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ആശാ വർക്കർമാർക്ക് ഈ തരത്തിലുള്ള നീതി നിഷേധമെന്ന് കൂറിലോസ് വിമർശിക്കുന്നുണ്ട്. മനുഷ്യനാകണമെന്ന് പാടിയാലോ മുദ്രാവാക്യം വിളിച്ചാലോ മാത്രം പോരാ, സർക്കാരിന്റെ നയങ്ങളിൽ അത് പ്രകടമാക്കണമെന്ന വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ സർക്കാർ ഈ രീതിയിൽ പോരാ, അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗീ വർഗീസ് കൂറിലോസ് ഉന്നയിക്കുന്നത്. ശരി അർജുൻ.